സി എ റഹീം ചേരുകയാണ്. സി എ റഹീം ഇതാ ഇപ്പോൾ സംഗീത് ചാൻസലർ യു ആർ എ വേസ്റ്റ് എന്ന കുറച്ചുകൂടി പ്രകോപനം ഉണ്ടാക്കുന്ന ബാനർ ഡിവൈഎഫ്ഐ ഉയർത്തുകയാണ്. ഈ പ്രശ്നമൊന്ന് പരിഹരിക്കണ്ടേ റഹീം? അതിനാരെങ്കിലും മുൻകൈ എടുക്കണ്ടേ? അല്ല, പ്രശ്നം പരിഹരിക്കാൻ ഗവർണർ RSSനെ കയറ്റിയ ലിസ്റ്റ് പിൻവലിച്ചാൽ മതി. ആ നിമിഷം പ്രശ്നമില്ലല്ലോ. അത് കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ടല്ലോ. എന്തോ അത് കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ടല്ലോ റഹീം. അല്ല, കോടതി സ്റ്റേ ചെയ്തതല്ല, ഗവർണർ അതിനെ പിൻവലിക്കണമല്ലോ. ഗവർണർ അത് സംബന്ധിച്ച് പിൻവലിക്കണമല്ലോ. ഇപ്പൊ ഗവർണർ, അതായത് ചാൻസലർ, അദ്ദേഹം RSSകാരുടെ നിർദ്ദേശപ്രകാരം രാഷ്ട്രീയ ഇംഗിതത്തോടുകൂടി ചെയ്ത കാര്യം അവസാനിപ്പിച്ചാൽ പ്രശ്നം വരും. അത് ന്യായമായ ആവശ്യമല്ലേ? ഈ നിമിഷം വരെ ഗവർണർ കുട്ടികളെ ബ്ലഡി ഫൂൾസ് എന്നും ക്രിമിനൽസ് എന്നും ഒക്കെ വിളിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഗവർണർ ഈ നിമിഷം വരെ എന്തുകൊണ്ടാണ് ആ ചെയ്ത കാര്യത്തെക്കുറിച്ചൊരു അഭിപ്രായം പറയാത്തത്? അതിനെ ഒന്ന് വിശദീകരിക്കാത്തത്? യുക്തിസഹമായൊരു വിശദീകരണം ഗവർണറോ ഗവർണറുടെ ഓഫീസോ, ഗവർണർക്ക് വേണ്ടി ജയ് വിളിക്കുന്ന കോൺഗ്രസുകാരോ BJPക്കാരോ ആരെങ്കിലും ഒരാൾ പറഞ്ഞോ ഈ നിമിഷം വരെ? എങ്ങനെയാണ് ABVPയുടെ യൂണിറ്റ് ഭാരവാഹികളെയും RSSന്റെ നേതാക്കളെയും എങ്ങനെ രണ്ട് സർവകലാശാലകളുടെ സ്ഥലത്തിലേക്ക് നോമിനേറ്റ് ചെയ്തു? അല്ല, ഇപ്പൊ അക്കാര്യം ഇപ്പൊ എല്ലാത്തിലും രാഷ്ട്രീയ സ്വാധീനം പറയുന്ന ഗവർണർ അക്കാര്യം യുക്തിഭദ്രമായി കേരളത്തോട് പറയണം എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇപ്പൊ സാങ്കേതികമായി ഗവർണർ പറയുകയാണ് ഞാൻ രാഷ്ട്രപതിയോട് മാത്രം മറുപടി പറയാനാണ് ബാധ്യസ്ഥൻ. സാങ്കേതികമായി ശരിയല്ലേ ശ്രീ റഹീം? അല്ല രാഷ്ട്രപതി ഏൽപ്പിച്ചു വിട്ട ഭരണഘടനാപരമായ ഉത്തരവാദിത്തമല്ല കേരളത്തിലെ സർവകലാശാലയുടെ ചാൻസലർ എന്ന് പറയുന്നത്. കേരളത്തിലെ സർവകലാശാലകളുടെ ചാൻസലർ എന്ന പദവി ഉപയോഗിച്ചുകൊണ്ടാണ് ഗവർണർ അത് ചെയ്തിരിക്കുന്നത്. ആ ചാൻസലർ എന്ന പദവി രാഷ്ട്രപതിയോ ഇന്ത്യൻ ഭരണഘടനയോ അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന പദവിയല്ല. അദ്ദേഹത്തിന് ആ ഉത്തരവാദിത്വം, ചാൻസലർ ഉത്തരവാദിത്വം കൊടുത്തിരിക്കുന്നത് കേരള ഗവൺമെന്റാണ്, കേരള നിയമസഭയാണ്. കേരള നിയമസഭ തത്വത്തിൽ അത് പിൻവലിക്കുകയും ചെയ്തു ചാൻസലർ സ്ഥാനത്ത്. പക്ഷേ അതിനോട് രാഷ്ട്രപതിയോട് മാത്രമേ ഞാൻ ആൻസർ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അതൊരു ഒഴിഞ്ഞുമാറ്റ, ഒരു ഇവാസീവായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ല. ഉറപ്പായും ഒന്നാം റാങ്കുകാരെ, ഏറ്റവും മിടുക്കരായ വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് വെട്ടി എന്തുകൊണ്ട് ABP ഭാരവാഹികളെ ഇപ്പോൾ ഒരു കൊലപാതക കേസിലെ പ്രതിയുടെ ഭാര്യ അടക്കമുണ്ടെന്ന് പറയുന്നു, അവരെ എന്തിനു നിയമിച്ചു എന്ന് പറയേണ്ടത് ഗവർണറാണ്, പറയട്ടെ. പക്ഷേ റഹീം, എൻ്റെ ആദ്യ ചോദ്യം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. ഇത് രണ്ട് ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. ഇത് ഹാൻഡ് ഇൻ ഹാൻഡ് പോവേണ്ടതാണ്. പ്രശ്നം പരിഹരിക്കപ്പെടണം. ഇപ്പോൾ ഞാൻ പറഞ്ഞ SFI അല്ല, ABVP അല്ല, KSU അല്ല, ഒരു വിദ്യാർത്ഥി സംഘടനയ്ക്ക് നേരെയും ബ്ലഡി ക്രിമിനൽസ് എന്ന് ഗവർണർ നല്ല ആരും വിളിച്ചുകൂടാ. പക്ഷേ ഗവർണർ തെറ്റായ പ്രയോഗം നടത്തി എന്ന് പറഞ്ഞാൽ SFI ഇന്നലെ ഇവിടെ ഡോൺ സ്പിറ്റ് പാൻപരാഗ് ആൻഡ് ഹാൻസ് ഇൻ ദിസ് ക്യാമ്പസ് എന്ന് പറയുകയാണ്. തെമ്മാടി ഗവർണർ എന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ്. DYFI യു ആർ എ വേസ്റ്റ് എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ വാക്പോര് ഏതളവിൽ പോകുന്നു എന്നാണ്. അത് പരിഹരിക്കേണ്ട റഹീം. അങ്ങനെയൊന്നുമല്ല. ഇതങ്ങനെ മൂപ്പളമ്പ തർക്കമല്ല. പറമ്പിന്റെ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് കോഴി ഇറങ്ങിയതിന്റെ പേരിൽ ആട് ഇല കടിച്ചതിന്റെ പേരിൽ നടക്കുന്ന തർക്കമൊന്നുമല്ല. കേരളത്തിന്റെ അതിജീവനത്തിന്റെ ചർച്ചയാണ്. ഒരൊറ്റ കാര്യമേ ഉള്ളൂ, കേരളം RSSന് കീഴടങ്ങണമോ വേണ്ടയോ? ഇതാണ് ചോദ്യം. കേരളത്തിലെ സർവകലാശാലകൾ RSSന് കീഴടങ്ങി കൊടുക്കണമോ വേണ്ടയോ? ഇത് മാത്രമാണ് ചോദ്യം. സംഘപരിവാറിന് കീഴടങ്ങി കൊടുക്കണമോ വേണ്ടയോ? അതാണ് തർക്കം. ആ തർക്കത്തിൽ SFI ആണ് പൊരുതുന്നത്, കോൺഗ്രസ് ഇല്ല. കോൺഗ്രസ് അപ്പുറത്ത് അദ്ദേഹത്തിന് ഇപ്പോൾ ഹലുവ വാങ്ങിക്കൊടുത്ത കോൺഗ്രസ് ആയിരിക്കും. അദ്ദേഹത്തിന് ഹലുവ വാങ്ങിക്കൊടുക്കുക. പിന്നെ നിങ്ങൾ പറഞ്ഞു അവിടെ എഴുതി വെച്ചാൽ എന്താ തെറ്റ്? SFI എന്ന വിദ്യാർത്ഥി സംഘടന അവരുടെ ക്യാമ്പസിൽ അവർ എഴുതി വെച്ചു, ഇവിടെ പാൻപരാഗ് തുപ്പരുത്. അത് ആർക്കാണ്? അത് ഗവർണർക്ക് ഉണ്ടെങ്കിൽ അത് ഗവർണറുടെ കുഴപ്പമല്ലേ, SFIയുടെ കുഴപ്പമാണോ? നല്ല കാര്യമല്ലേ, നല്ല സന്ദേശമല്ലേ എഴുതി വെച്ചത്? ഗവർണർ എന്തിനാണ് അസഹിഷ്ണുത കാണിക്കുന്നത്? അത് ലഹരി വിരുദ്ധ മുദ്രാവാക്യാണ്. പക്ഷെ ദൗർഭാഗ്യവശാൽ പാൻപരാഗിനും ഹാൻസിനുമെതിരെ SFI ലഹരി വിരുദ്ധ മുദ്രാവാക്യം മുഴക്കുമ്പോൾ അത് ഗവർണർക്ക് കൊള്ളുന്നു എന്നുള്ളത് കേരളത്തിന്റെ ഗതികേട്. അല്ല ശ്രീ റഹീം, ഈ പറഞ്ഞ പാൻപരാഗിനെയും ഹാൻസിനെയും ഈ പറഞ്ഞ ലഹരി ഉൽപ്പന്നങ്ങളെ കേരളം നാടുകടത്തിയതാണ്, കേരളത്തിൽ നിരോധിച്ചതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അത് നിരോധിച്ച സംസ്ഥാനത്തെ ഒരു വിദ്യാർത്ഥി സംഘടനയ്ക്ക് ഇവിടെ തുപ്പരുത് എന്ന് എഴുതി വെക്കേണ്ടി വരുന്നത്? എന്തുകൊണ്ടാണ് ശ്രീ റഹീം? അത് ഇവിടെ ഇപ്പോഴും ലഭ്യമാവുന്നതുകൊണ്ടാണോ അത് റഹീം? അത് ഈ നിരോധിതമായ ഇത്തരം കാര്യങ്ങൾ അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അദ്ദേഹമാണ് വിശദീകരിക്കേണ്ടത്. ഞാൻ അത് സംബന്ധിച്ച് കൂടുതൽ ഇപ്പൊ ഗവർണർ ഇരിക്കുന്ന പദവിയെ കുറിച്ച് ഗവർണർക്ക് ധാരണയില്ലെങ്കിലും ഞാനെല്ലാം ഇപ്പോൾ ഇരിക്കുന്ന പദവിയെ കുറിച്ച് ഞങ്ങൾക്ക് നല്ല ബോധമുള്ളത് കൊണ്ടാണ് ഞങ്ങൾ അത് സംസാരിക്കാതിരിക്കുന്നത്, അതിർവിട്ട് സംസാരിക്കാതിരിക്കുന്നത്. ഇതിന്റെ പ്രശ്നം ഒരൊറ്റ കാര്യത്തിലാണ്. ഞാൻ അതിലേക്ക് മാത്രം തിരിച്ചു പോവുകയാണ്. കേരള സർവകലാശാലകളെ, കേരളത്തിലെ യൂണിവേഴ്സിറ്റികളെ സംഘപരിവാറിന് വിട്ടുകൊടുക്കുമോ വേണ്ടയോ? ഇതൊരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യനാണ്. അത് കേരളത്തിന്റെ നിലനിൽപ്പും കേരളത്തിന്റെ ഭാവിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. എന്തിനാണ് സർവകലാശാലകളെ RSS ലക്ഷ്യം വെക്കുന്നത്? അത് ഭാവിയെ കണ്ടുകൊണ്ടാണ്.
ചരിത്രത്തെയും നമ്മുടെ സകലതിനെയും വർഗീയവൽക്കരിക്കാനാണ്. കേരളത്തിൽ ഹാഷ്മി അങ്ങ് കേരള സർവകലാശാല ക്യാമ്പസിൽ പഠിച്ചൊരു വിദ്യാർത്ഥിയാണ്. നമ്മളെല്ലാവരും നമ്മളെങ്ങനെയാണ് ഒരു സെക്കുലർ ഫാബ്രിക്കിനുള്ളിൽ നമ്മൾ മനുഷ്യരായി വളർന്നത്? കേരളത്തിന്റെ സർവകലാശാലകളെ ഇന്നലെ വരെ വർഗീയതയ്ക്ക് കീഴടക്കി വിട്ടിരുന്നില്ല. സംഘപരിവാറിന്റെ അജണ്ടകൾ നേരിട്ട് നടപ്പിലാക്കുന്നു. അതൊരു ജനാധിപത്യ വിരുദ്ധമായി നടപ്പിലാക്കുന്നു. ഭരണഘടനാപരമായ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നു. സർവകലാശാല നിയമങ്ങളുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന് ഇല്ലാത്ത അധികാരങ്ങൾ പ്രയോഗിക്കുന്നു. തെരുവിലിറങ്ങി അദ്ദേഹം നടക്കുകയാണ്. അദ്ദേഹം സ്വയം പല കലാപത്തിന് ആഹ്വാനം ചെയ്യുന്നു. അപ്പൊ ഇരിക്കുന്ന പദവി മറന്നുകൊണ്ട് ഭരണഘടന അദ്ദേഹത്തിന് ഏൽപ്പിച്ചിരിക്കുന്ന ഏറ്റവും ഉദാത്തമായ പദവി അതെല്ലാം മറന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ഡെക്കോറം അദ്ദേഹം സ്വയം ഇല്ലാതാക്കി അദ്ദേഹം ഇറങ്ങി നടക്കുകയാണ്, കലാപം നടത്തുകയാണ്. ഞാൻ ഗവർണറോട് ഒരു കാര്യം മാത്രം ചോദിക്കുന്നു. കോഴിക്കോട് മിഠായി തെരുവിൽ ഇങ്ങനെ ഇറങ്ങി നടക്കാൻ ഉത്തരേന്ത്യയിലെ ഏതെങ്കിലും ഒരു പൊതുസ്ഥലത്ത് ഇതുപോലെ ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഒരാൾക്ക് ഇതുപോലെ ഇറങ്ങി നടക്കാൻ പറ്റും? അല്ലല്ലേ, നമ്മുടെ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ ഏറ്റവും ഒടുവിൽ വന്ന കണക്കുകൾ പ്രകാരം രാജ്യത്തെ ഏറ്റവും സേഫായ 10 സിറ്റികൾ ഒന്ന് കോഴിക്കോടാണ്. ഒന്നും പേടിക്കേണ്ട ഗവർണർക്ക്, ഇറങ്ങി നടന്നാൽ ആരും എന്ത് ചെയ്യാനാണ് റഹീം? അത് അദ്ദേഹം മനസ്സിലാക്കേണ്ടത് കോഴിക്കോട്. ഇന്നലെ അദ്ദേഹം കണ്ണൂരിനെ അപഹസിച്ച് സംസാരിച്ചു. കണ്ണൂരും കോഴിക്കോടും കേരളത്തിന്റെ നഗരങ്ങളുമെല്ലാം മതസൗഹാർദ്ദത്തിന്റെ ഇടങ്ങളാണ്, സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും ഇടങ്ങളാണ്. അങ്ങനെ സംഗീതത്തിന്റെ, സാന്ത്വനത്തിന്റെ, സ്നേഹത്തിന്റെ ഒക്കെ ഇടങ്ങളാണ്. അങ്ങനെ നല്ല ഭക്ഷണം, ഇതെല്ലാം അങ്ങനെയല്ലേ? അപ്പൊ അതൊക്കെ ഇല്ലാതാക്കാൻ, അതിലെല്ലാം വിഷം കലർത്താൻ നോക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് സർവകലാശാലകളെ പിടിക്കാൻ ശ്രമിക്കുന്നത്. എന്തുകൊണ്ടാണ് കാലിക്കറ്റ് ഈ കോഴിക്കോട് നഗരം സമാധാനമായിരിക്കുന്നത്, ഇന്ത്യയിലെ ഏറ്റവും നല്ല സിറ്റികളിലൊന്നായി കോഴിക്കോടും കേരളവും മാറുന്നത്? അതിന്റെ കാരണം സർവകലാശാലകളെ ഇന്നലെ അവർക്ക് പിടിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അത് പിടിക്കാൻ നോക്കുകയാണ്. സർവകലാശാലകളെ RSS പിടിക്കാൻ നോക്കുമ്പോൾ ആ ചരിത്രഘട്ടത്തിൽ, ഒരു സംയുക്ത ഘട്ടത്തിൽ, അതായത് SFI തെരുവിൽ നിന്ന് പൊരുതുകയാണ്. ആ SFI കാരനായിരുന്നു എന്നതോർത്ത് ഞാൻ അഭിമാനം കൊള്ളുകയാണ്. അക്ഷരാർത്ഥത്തിൽ ഒരു പഴയ SFI കാരനായിരുന്നു എന്നോർത്ത് ഞാൻ അങ്ങേറ്റം അഭിമാനം കൊണ്ട നിമിഷങ്ങളാണ് ഈ കഴിഞ്ഞു പോയത്. SFIക്ക് മാത്രമേ അത് സാധിക്കുന്നുള്ളൂ. എന്തുകൊണ്ട് കേരളത്തിൽ ക്യാമ്പസുകളിൽ SFI ഉണ്ടാകണം എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് കേരളം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. SFI ഇല്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എന്ന് ആലോചിക്കണം. എന്തായാലും വിഷയത്തിന് മെറിറ്റിലേക്ക് ശ്രീ റഹീം MP പോവുകയാണ് എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാ പ്രശ്നങ്ങൾക്കപ്പുറം എങ്ങനെയാണ് സെനറ്റിലേക്ക് സർവകലാശാല നിയോഗിച്ച 1ാം റാങ്കുകാരായ BA മ്യൂസിക്കിൽ 1ാം റാങ്കുകാരായ ഏറ്റവും മിടുക്കരായ അക്കാഡമിക്കലി ബ്രില്യൻ്റായ കായിക മേഖലയിൽ മെഡലുകൾ, സംസ്ഥാന മെഡലുകൾ അടക്കം നേടിക്കൊണ്ട് മികവ് തെളിയിച്ച വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് വെട്ടി എങ്ങനെയാണ് ABVP ഭാരവാഹികൾ അല്ലെങ്കിൽ ഈ പറയുന്ന BJP രാഷ്ട്രീയമുള്ളവർ മാത്രം കടന്നുകൂടിയത് എന്ന ചോദ്യത്തിലേക്ക് മാത്രം ഒതുങ്ങുകയാണ് ആ ചോദ്യം. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് സമരമെന്ന് പറയുകയായിരുന്നു റഹീം. അപ്പോൾ ആ സമരം അങ്ങനെ തുടരുകയാണ്. നമുക്കറിയാം അത് മാത്രമല്ല വിഷയമൊന്നും, അതിൻ്റെ പിന്നിൽ കാര്യങ്ങളുണ്ടെന്നും അതിന് മുന്നോട്ട് ഗവർണർ സർക്കാർ ഏറ്റുമുട്ടലുണ്ടെന്നും രാജ്യത്തെമ്പാടും അത്തരം ഗവർണർമാർ RL രവി അടക്കം അന്ന് രാജ് കോവ അടക്കം ഇങ്ങോട്ട് ആ ചരിത്രമുണ്ടെന്നൊക്കെ അതിൻ്റെ ബാക്ക് ഹിസ്റ്ററി നമുക്കറിയാവുന്നതാണ്. പക്ഷേ ഏറ്റവും ഒടുവിൽ ഗവർണർ ശ്രീമാൻ ആരിഫ് മുഹമ്മദ് ഖാൻ സർക്കാരുമായി ഒരു തുറന്ന ഏറ്റുമുട്ടലാണ്. സർക്കാരും ഒരു ഇഞ്ച് പോലും വിട്ടുവീഴ്ചക്കില്ല. അതിൽ സർക്കാരും അതിൻ്റെ സംഘടനകളും SFI ആവട്ടെ DYFI ആവട്ടെ നോട്ട് ആൻ ഇഞ്ച് ബാക്ക് എന്നാണ് നേരത്തെ PM മാസ്റ്റർ ഫേസ്ബുക്കിൽ എഴുതിയത്. അപ്പോൾ പിന്നോട്ടില്ല എന്ന് പറയുമ്പോൾ ഏതളവിൽ, ഏതർത്ഥത്തിൽ, ഏത് ലെവലിൽ ആ സംഘർഷം ഉയരുന്നു? അതോ ഓൾ ഓഫ് എ സഡൻ ഒരു ഓൺ എ ഫൈൻ മോർണിംഗ് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ കോംപ്ലിമെൻസ് ആയി വീണ്ടും ഒത്തുതീർപ്പിലേക്ക് പോകുമോ? അങ്ങനെ പോകട്ടെ, ഇപ്പോൾ സ്നേഹമാണ് ഏറ്റവും വലുത്. അങ്ങനെ പോകട്ടെ എന്ന് ആശംസിക്കുമ്പോൾ പോലും ഇപ്പോൾ കാണുന്ന കാഴ്ചകൾ പക്ഷേ അത്തരം ഒരു ശുഭാപ്തി വിശ്വാസത്തിൻ്റെ കാഴ്ചകളല്ല. നേർക്കുനേർ ഏറ്റുമുട്ടലിൻ്റെയും നേർക്കുനേർ വാക്പോരിൻ്റെയും നേർക്കുനേർ പോർവിളിയുടെയും കാഴ്ചകളാണ്. അല്പസമയത്തിനും അവിടെ സെമിനാർ തുടങ്ങുകയുമാണ്. വളരെ പെട്ടെന്ന് തിരികെ എത്തും ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.